അപ്പോൾ വണക്കം. സ്വാമി തരണം, സ്വാമി ശരണം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയണത് എന്താ ഇവൻ ഇങ്ങനെ എന്ന് ചോദിക്കണവർക്ക് നമ്മൾ നുണ പറയാൻ വേണ്ടിയിട്ട് ഈ കണ്ണാടിയും ഈ വാച്ചും ഉപയോഗിക്കലില്ല. ഇത് നമ്മളെ മെയിൻ സംഗതികളാണ്. നുണയല്ല. ഒരു 3 തലമുറ അല്ലെങ്കിൽ ഒരു 6 തലമുറ എന്ന് വിചാരിക്കുക. പക്ഷേ 6 നിൽക്കില്ല, 3 തലമുറ കഴിയട്ടെ. ഇതെന്താന്ന് തീർന്നവർക്ക് അത് മനസ്സിലാവും. ഇത് ഇനിയും ഉണ്ടാവും. അപ്പം മനസ്സിലാവും ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട് എന്തിനാ പോണത്, എങ്ങടാ പോണത് എന്നൊക്കെ. കാരണം ഞാനതിപ്പോൾ ഒന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ അത് ഉണ്ടാവരുത് തന്നെയാണ് എൻ്റെയും കൂടുതൽ പ്രാർത്ഥന. പക്ഷെ അത് തീരുമാനിക്കാൻ താൻ ഒറ്റയ്ക്കല്ല എന്നാണ് പറഞ്ഞത്. ആ കാര്യത്തിലേക്ക് താൻ ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കേണ്ടതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ അത്രയും ഗൗരവമേറിയ കാര്യങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ അറിവ് പങ്കുവയ്ക്കണം. കുറച്ച് കിഴക്കോട്ട് പോകേണ്ടി വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോടൊന്നും അതിനാരെയും കിട്ടില്ല. ഇനിയിപ്പോൾ നമ്മളൊരു ശിഷ്യയുണ്ട്, അവന് എനിക്ക് കിട്ടില്ല. എനിക്ക് വന്ന അവസ്ഥ അവന് വരരുതല്ലോ. എപ്പോഴും പറയണം എല്ലാം അവ്യക്തമായിരിക്കണം. അപ്പോൾ ഒന്ന് വ്യക്തമല്ലാതെ ഇരിക്കണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തപസ്സിരിക്കുന്നത്. എനിക്ക് പറ്റിയ നമ്മളി അയാൾക്ക് പറ്റരുത്. അപ്പോൾ അതിന് ഞാൻ ഇന്നേ പണിയെടുത്ത് വെച്ച് കഴിഞ്ഞാലാണ് അത് നാളേക്ക് അയാൾക്കും അത് കിട്ടുള്ളൂ. വല്ലാണ്ടതിപ്പോൾ എന്താണെന്ന് അറിയാനൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ആളുകൾക്കാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായിക്കോളും എങ്ങനെയത് എന്തൊക്കെയാണ് ഇവരനുഭവിച്ചേർന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ സം സരസ്വതി നമ്മൾ ഒരു പാട്ട് ആലപിക്കുകയാണ്. പാട്ടൊക്കെ കൂടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. താജുദ്ദീൻ വടകര അദ്ദേഹം പാടിയതാണ്. 7ാം കടലിനടിയിൽ ഒളിച്ചാലും നിന്നെ ഞാൻ തേടിയെത്തും പൂമീനേ. 7ാം കടലിനടിയിൽ ഒളിച്ചാലും നിന്നെ ഞാൻ തേടിയെത്തും പൂമീനേ. ഒന്നും മിണ്ടാതെ എൻ്റെ നൊമ്പരം കാണാതെ എൻ്റെ കൽബിനൊളിവേ ഫാത്തിമ നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ. എന്നാൽ മാരത്തെ പാട്ടുകളൊക്കെ നമുക്ക് വലിയ ഇഷ്ടമുള്ളതാണ്. ചെറുപ്പം മുതലേ അതൊക്കെ കേട്ടു വന്നിരുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും കേട്ടിരിക്കുക. അപ്പോൾ സ്വാമി ശരണം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ചെറിയൊരു മേജിക്കാണ്. നമ്മൾ കീറി വലിച്ചിരുന്ന മാതിരി കണ്ടില്ലേ. ആ ഏറും കൂടി നമ്മളെ സ്ക്രീനിൽ കിട്ടൂല. അതിന് പറ്റിയ ആജിയന്മാരൊക്കെ ഉള്ള നാടാണ് നമ്മളുടെ.